അതുകൂടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുവൈറ്റിലെ അബ്ദലിയിലുള്ള അൽബൊഹൈറ ഫാമിലാണ്. ഇതാണ് ഫാം. അപ്പോൾ ഇവിടെ അത്യാധുനിക രീതിയിൽ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നൂതനമായ കൃഷി രീതികൾ ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് അറിവ് കിട്ടി. അതുകൊണ്ടാണ് ഇത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഈ മരുഭൂമിയിലും ഒത്തിരി ടെക്നോളജികളാണ് ഇവർ യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഒരു പർഷ്യസ് റോസിൻ്റെ ഒരു മെയിൻ ഉറവിടവും ഒക്കെ തന്നെ ഈ അബ്ദലിയിലുള്ള ഒത്തിരി ഫാമുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഫാമാണിത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് പകർത്തിയെടുക്കാം. ഓക്കെ, 2 ഗഡിയാണ് ഇങ്ങോട്ടുള്ള എൻട്രൻസ് ഫീസ്. നമ്മൾ ഈ കൊടുക്കുന്ന പൈസ നമുക്കൊന്നും ഒരിക്കലും നഷ്ടം വരത്തില്ല. കാരണം ഈ കൊടുക്കുന്ന ടിക്കറ്റ് ചാർജിനുള്ള ഫാം പ്രൊഡക്ട്സ്, ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാം. നമ്മൾ ഇതിൻ്റെ എൻട്രൻസിലേക്ക് കയറുകയാണ്. ഫാം ടൂറിസം എന്ന ഒരു ആശയം ഏറ്റവും കൂടുതൽ അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാം ടൂറിസത്തെ പറ്റി ഇതുവരെയായിട്ടും മനസ്സിലാക്കാത്തവരും അതുപോലെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒത്തിരി ഉപകാരപ്പെടും. പോളി ഹൗസ് ഫാമിങ്ങിൻ്റെ എല്ലാ സാധ്യതകളും ഏറ്റവും മനോഹരമായിട്ട് ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കൃഷി രീതികളിൽ കൂടുതലും പോളി ഹൗസ് ഫാമിൽ തന്നെയാണ്. ഒരു സാധാരണ ഒരു പ്ലാന്റ് നഴ്സറി കയറുന്ന ഒരു ഫീലേ അല്ല ഇവിടെ. വളരെ ഹൈടെക് ആയിട്ടുള്ള കൃഷി രീതികളാണ് ഇവിടെ മുഴുവനും ചെയ്യുന്നത്. ഫാം ടൂറിസം എന്ന ഒരാശയം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഈ രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൂടാ എന്നൊരു ചിന്തയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഈ വീഡിയോ മുഴുവനും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും ഉറപ്പായിട്ട് തോന്നും എന്തുകൊണ്ട് ഫാം ടൂറിസം എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടിലും ഒക്കെ തുടങ്ങിക്കൂടാന്ന്. ഡെയിലി ഇവിടെ 10,000-ത്തിലധികം ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സീസൺ സമയത്ത് പോലുമല്ല, എങ്കിലും നല്ല തിരക്കാണ്. സീസൺ സമയത്ത് ഈ 10,000 എന്നുള്ളത് ഒരുപക്ഷെ 20,000 റേഞ്ചിലോട്ടൊക്കെ എത്തും. എങ്കിലും വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ഹൈടെക് ആയിട്ട് ഈ ഫാമിൽ കൃഷി ചെയ്തിരിക്കുന്ന ഒരു തക്കാളിത്തോട്ടം. ഇത് ആപ്പിൾ തക്കാളി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വള്ളി പോലെ മുകളിലേക്ക് പോകുന്ന ഒരു തക്കാളിയാണ്. നിറച്ചും കായകളാണ്. ഇതിനകത്ത് ഒരു പുല്ല് പോലും ഇല്ലാത്ത രീതിയിലാണ് അവരത് റെഡിയാക്കിയിരിക്കുന്നത്. ഇത് പുതിയ സാങ്കേതിക വിദ്യയുടെ ഒരു ഉപയോഗമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കും എന്തുകൊണ്ട് ഇങ്ങനത്തെ കൃഷി രീതികളൊക്കെ സ്വീകരിച്ചു കൂടാന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ചിന്തിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് അലോവേര കൃഷിത്തോട്ടത്തിലേക്കാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ഉപകാരപ്രദമായ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അലോവേര. ഇവിടെ ഇവർ ചെയ്യുന്ന മാർക്കറ്റിങ് നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ഒന്നാമത്തെ രീതിയിലുള്ള മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രൊഡക്ട്സ് ഇവിടെ ഉള്ളിൽ തന്നെ സെയിൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ മൂല്യത്തിനുള്ള സാധനം നമുക്ക് ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടാകും, അപ്പോൾ ഞാൻ കൊടുത്ത ടിക്കറ്റ് വേസ്റ്റ് ആയിട്ടില്ല, ഞാൻ ഫാം ഫ്രീ ആയിട്ട് കണ്ടു, പക്ഷേ അതിനുള്ള പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ഇവർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. രണ്ടാമത്തെ ഒരു മാർക്കറ്റിംഗ് രീതി, ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ലോക്കൽ നഴ്സറികൾ കുവൈറ്റിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അപ്പോൾ ഇവിടുന്ന് മിച്ചം വരുന്ന പ്ലാന്റ്സുകളൊക്കെ അങ്ങോട്ട് അവർ എത്തിക്കുകയും അവിടെ നിന്ന് സെയിൽ ചെയ്യുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ഒരു രീതി, ഇവിടെ തന്നെയുള്ള മറ്റ് ലോക്കൽ മാർക്കറ്റുകളുടെ സഹായത്തോടെ ഇവരുടെ ഫാം പ്രൊഡക്ട്സുകൾ, പ്രത്യേകിച്ച് പ്ലാന്റ്സ് ഒക്കെ വിറ്റഴിക്കുന്നു. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ വരെ അതിന് യൂസ് ചെയ്യുന്നുണ്ട്. വലിയ എക്സോസ്റ്റ് ഫാനുകൾ ഉപയോഗിച്ച് ഈ പോളിഹൗസ് ഫാമിങ്ങിലെ അകത്തെ കാലാവസ്ഥ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ഒരു പുതിയ കൃഷി രീതിക്ക് വേണ്ടി ഇവർ ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ വലിച്ചിട്ടിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഈ പോളിത്തീൻ കവറുകൾ വിരിക്കും. ഞാൻ നിൽക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ അകത്തെ സ്ഥലം തമ്മിൽ ഒരു ഗ്ലാസ് ഇട്ടിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇതാണ് ഗ്ലാസ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗ്ലാസ്സിനുള്ളിലാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിനകത്തെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വാട്ടർ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പുല്ല് പോലും ഇവിടെ ഇല്ല. പോളി ഹൗസ് ഫാം ആയതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും 365 ദിവസവും കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. നമ്മുടെ നാട്ടിൽ കാണുന്ന പലവിധ പച്ചക്കറികളും ചെടികളും ഒക്കെ ഇവിടെ കാണുവാൻ സാധിച്ചു. ഇത് കണ്ടോ, ഒരു പപ്പായ ചെടി നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കപ്പളങ്ങ ചെടികൾ ഇഷ്ടം പോലെ പല തരത്തിലൂടെയുണ്ട്. വ്യത്യസ്തപരമായിട്ടുള്ള കള്ളിമുള്ളി ചെടികളും പൂക്കളും കായകളും ഒക്കെ വളരെ ഈ ഫാമിനെ രസകരമാക്കുന്നുണ്ട്. ഇവിടെ ഈ പോളി ഹൗസ് ഫാമിങ്ങിൻ്റെ ഇടയ്ക്കായിട്ട് ഒത്തിരി കൂൾ ബാറുകൾ, അതുപോലെ തന്നെ കോഫി ഷോപ്പുകൾ, ഐസ്ക്രീം പാർലറുകൾ, അങ്ങനെ നമ്മൾ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ കൃഷി കാണാൻ വരുന്നവർക്ക്, ഫാം കാണാൻ വരുന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഒത്തിരി സൗകര്യങ്ങൾ ഇതിനുള്ളിൽ തന്നെ ഇവർ റെഡിയാക്കിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന പല വിത്തുകൾ, അതുപോലെ വളങ്ങൾ, കൃഷി സാമഗ്രികൾ എല്ലാം ഇവിടെ സെയിലിങ്ങിന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കൗണ്ടറിൽ വന്നിട്ട് ഇവിടെ നിന്ന് അത് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഓർഗാനിക്കായിട്ടുള്ള കീടനാശിനികൾ, അങ്ങനെ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ആകർഷകമായ അനേകം ടേബിളുകൾ, ബെഞ്ചുകളൊക്കെ ഈ ഫാമിൻ്റെ അവിടെ ഇവിടെയായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ ഫാമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ആകർഷകമായ വർണ്ണക്കുടകൾ കമഴ്ത്തി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. ഈ ഫാമിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആകർഷകമായ അടിപൊളി ഒരു ഹോട്ടലാണ് ആപ്പിൾ ബീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഹോട്ടലിൽ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി അലോവേര ചെടികളാണ് ഈ ഹോട്ടലിനെ അലങ്കരിച്ചിരിക്കുന്നത് ഉൾഭാഗത്ത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയ്ക്കാണ് ഇവർ ടേബിൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറിയാൽ കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഇവിടുത്തെ രുചികരമായ ഭക്ഷണങ്ങളൊക്കെ ആസ്വദിക്കാം. വളരെ മനോഹരമായിട്ടാണ്. നല്ല റെഡ് ലൈറ്റുകളും അതുപോലെ തന്നെ നല്ല ചെയറുകളും അതുപോലെ തന്നെ നല്ല സൗകര്യങ്ങൾ, സ്വാദിഷ്ടമായ ഫുഡ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ശരിക്കും നന്നായിട്ട് ഈ ഫുഡും കൂടി കഴിച്ചിട്ട് എൻജോയ് ചെയ്യുകയാണ് ഈ ഫാം ടൂറിസം. ഈ മരുഭൂമിയെ പർദീസിയാക്കി മാറ്റാൻ ഇവരെടുത്തിരിക്കുന്ന ഈ എഫേർട്ട് തികച്ചും പ്രശംസനീയം തന്നെയാണ്. ഇവിടെ ധാരാളം പൂക്കളുടെ ഒരു സെഷൻ തന്നെയുണ്ട്. ഇപ്പോൾ ഇവിടെ പൂക്കളും ഇവിടെ സെയിലിങ്ങിന് വെച്ചിട്ടുണ്ട്. ഒത്തിരി ഇവിടുത്തെ ആൾക്കാരൊക്കെ ഈ പൂക്കൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പൂക്കൾ ഒത്തിരി ഇവിടെ ഗിഫ്റ്റ് പോലെ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇവിടെ വെച്ച് അറബ്സ് കൂടാതെ ഞങ്ങൾ യൂറോപ്യൻസ്, ഫിലിപ്പിനോസ്, അതുപോലെ തന്നെ ഇന്ത്യൻസ്, അങ്ങനെ പല ഭാഷകൾ സംസാരിക്കുന്ന, പല സംസ്കാരങ്ങൾ ഫോളോ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ ഞങ്ങൾ ഇവിടെ വെച്ച് കാണുകയുണ്ടായി. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ശരിക്കും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവർ ശരിക്കും എൻജോയ് ചെയ്യുകയാണ്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഫ്ലവർ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അംബ്രല്ല സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇത്ര മനോഹരമായിട്ടെന്ന് നോക്കിയാൽ വളരെ സിമ്പിളാണ്, എങ്കിൽ തീർത്തും ചിലവ് കുറഞ്ഞുമാണ് ഇതിവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി നല്ല സീനറികളാണ്. ഇതെല്ലാം ഇതിനിടയ്ക്ക് ഇട്ടിരിക്കുന്ന ചെറിയ ചെറിയ കഫേകളും അതുപോലെ തന്നെ അവരുടെ ടേബിളുകളും കസേരകളും ഒക്കെ തന്നെയാണ്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ നമ്മുടെ ടിക്കറ്റിൻ്റെ മൂല്യത്തിനനുസരിച്ച് ഉള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ എല്ലാം ഈ സാധനങ്ങളിലെല്ലാം ഇടയ്ക്ക് ഇതിൻ്റെ വില എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 കേടിക്കാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നമുക്ക് 250 പിൽസിൻ്റെ സാധനമുണ്ട്, 500 പിൽസിൻ്റെ സാധനമുണ്ട്, 1 കേടിയുടെ സാധനമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുത്തിട്ട് നമുക്ക് അവിടെ കാണുന്ന ആ കൗണ്ടറിൽ കൊണ്ട് നമുക്ക് പേ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു 2 കേടിക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിറച്ചും ഇവിടുത്തെ ഫാം പ്രോഡക്ട്സുകളുമായിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇത് ശരിക്കും ഫ്രഷാണ്, ഓർഗാനിക്കാണ്. അതാണ് ആൾക്കാർ ഇത് ശരിക്കും എൻജോയ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇവിടുത്തെ ഫാം പ്രോഡക്ട്സുകളെല്ലാം തന്നെ ഇവർ സെയിലിങ്ങിന് വെച്ചിട്ടുണ്ട്. പഴങ്ങൾ, പച്ചക്കറികൾ, അതുപോലെ തന്നെ പ്ലാന്റ്സ്, പിന്നെ മുട്ട, പിന്നെ തൈര് ഉൽപ്പന്നങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, ജ്യൂസുകൾ, അങ്ങനെ എല്ലാം തന്നെ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇവർ ടിക്കറ്റ് തരുമ്പോൾ ഇവർ ചെയ്യുന്ന നല്ലൊരു സൂത്രവിദ്യ എന്ന് തന്നെ ഞാൻ പറയും. അതായത് നമ്മളിപ്പോൾ ഒരു 10 ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ അവരതിൽ കുറച്ചെണ്ണം അവർ പച്ചക്കറി മേടിക്കാനുള്ള ടിക്കറ്റ് ആയിരിക്കും തരുന്നത്. സപ്പോസ് ഒരു 7 എണ്ണം അവർ പച്ചക്കറി മേടിക്കാനുള്ള ടിക്കറ്റ് ആണെങ്കിൽ 3 എണ്ണം ഒരു പ്ലാന്റ്സ് മേടിക്കാനുള്ള ടിക്കറ്റ് ആയിരിക്കും തരുന്നത്. അപ്പോൾ നമ്മൾ പച്ചക്കറിയും അവരുടെ മേടിക്കും, പ്ലാന്റ്സും മേടിക്കും. അപ്പോൾ ഇത് രണ്ടും അവർക്ക് ലാഭമാണ്. ഒരു ദിവസം മുഴുവനും എൻജോയ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പുകളും ഈ ഫാം ടൂറിസത്തിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബില്ലടയ്ക്കാൻ പോവുകയാണ്. ഈ ബില്ലടയ്ക്കുന്ന കൗണ്ടർ ഇതാണ്. ഇവിടെ നമുക്ക് എടുത്ത സാധനങ്ങളിൽ പേയ്മെൻറ്റ് നടത്താം. കുവൈറ്റിലെ ഈ അബ്ദലി പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഫാം മാത്രമല്ല പല ഫാമുകളുണ്ട്. പക്ഷേ പല ഫാമിനും പല ടൈപ്പിലുള്ള എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ചില ഫാമുകളിൽ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു, ചിലതിൽ ഫാം ടൂറിസം തന്നെയാണ്, ചിലതിൽ എൻ്റർടൈൻമെൻറ്റിന് മാത്രമാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പല സ്റ്റൈലിലുള്ള ഫാമുകളുണ്ട്. ഇനി നമ്മൾ ഈ ഫാമിൻ്റെ ഔട്ട്ഡോറിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ കുതിര സവാരിക്കായിട്ടുള്ള ഒത്തിരി സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുതിര സവാരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ കുതിര സവാരി ചെയ്യാം. അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുതിര സവാരിക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ഇവർ ഈടാക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ ഫാമിലെ തന്നെ ഔട്ട്ഡോർ കൃഷി രീതികളിലേക്കാണ്. അപ്പോൾ ഈ ഔട്ട്ഡോറിൽ മെയിനായിട്ടും
ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇവർ മുഴുവൻ കൃഷി രീതികൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് നവംബർ തൊട്ട് ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ്. ഞാൻ വന്നിരിക്കുന്നത് മാർച്ചിലാണ്. അതുകൊണ്ട് കുറച്ച് കൃഷി രീതികളൊക്കെ ഇപ്പോൾ റീപ്ലാന്റിലാണ്. ഇതാണ് ഇവിടുത്തെ കരിമ്പിൻ തോട്ടം. ഈ കരിമ്പിൻ തോട്ടം വരെ ഇവർ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ ആണെങ്കിൽ പോലും കരിമ്പെല്ലാം തഴച്ച് വളർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ക്യാരറ്റ് തോട്ടമാണ്. ഈ ക്യാരറ്റ് തോട്ടത്തിൻ്റെ പുറത്ത് ഒരു ക്യാരറ്റിൻ്റെ വലിയൊരു സിമ്പിളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നെൽകൃഷി വരെ ഡ്രിപ്പ് ഇറിഗേഷനിൽ ചെയ്യാവുന്നതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു കൃഷി രീതിയിലെ ഹൈടെക് മെത്തേഡാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഇവിടെ ശരിക്കും സീസൺ സമയത്ത് വന്നാൽ അതിമനോഹരമായിട്ടുള്ള ഔട്ട്ഡോർ കൃഷി രീതികൾ കാണാൻ സാധിക്കും. ഇതൊരു സൂര്യകാന്തി പാടമാണ്. ഇത് പുതുതായിട്ട് റീപ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ പഴയ ചില വീഡിയോകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സൂര്യകാന്തി നമ്മുടെ ഹൈറ്റിന് വലിപ്പത്തിൽ സൂര്യകാന്തി പൂവ് ഇങ്ങനെ നന്നായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റ് ഇടാനുള്ള ഒരു സിബാല കവർ വരെ ഇവർ അക്വ ഫ്രണ്ട്ലി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒത്തിരി പൂക്കളും ചെടികളും അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവർ ഈ ചുറ്റുപാടുകളും പരിസരവും ഒക്കെ മോടി പിടിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹട്ടുകൾ, ചെറിയ ഇത് കണ്ടോ, പഴയ കാർ ഉപയോഗിച്ച് ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ അവർ റെഡിയാക്കിയിരിക്കുകയാണ്. അതുപോലെ പാഴ്വസ്തുക്കളിൽ നിന്ന് വരെ ഇവർ ഇവിടുത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഇവിടുത്തെ പരിസരങ്ങളും ഇവിടുത്തെ അന്തരീക്ഷവും ഇവിടുത്തെ ശുദ്ധവായുവും ഒക്കെ ശരിക്കും നമ്മളൊന്ന് വന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇവിടെ എത്തുമ്പോൾ നാട്ടിലെത്തിയ ഒരു ഫീലിംഗ് ശരിക്കും അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ കടുക്, കോളിഫ്ലവർ, ക്യാബേജ്, അതുപോലെ തന്നെ റാഡിഷ്, പൊട്ടറ്റോ അങ്ങനെ തുടങ്ങിയ എല്ലാ കൃഷി രീതികളും ഇവിടെ ഔട്ട്ഡോറിൽ ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ പുഷ്പകൃഷിയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പുറത്ത് ഇപ്പോൾ ഇതൊരു കോളിഫ്ലവറിൻ്റെ ഒരു തോട്ടമാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് കോളിഫ്ലവറിൻ്റെ ഒരു സ്റ്റാച്ചു ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ കൃഷി രീതികൾ ശരിക്കും നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അവിടെ ഇവിടെയായിട്ട് ഫാം ടൂറിസമൊക്കെ കുറച്ച് ആളുകൾ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ അതും വളരെ സക്സസ് ആണെന്നാണ് അവരുടെ അഭിപ്രായം. ഫാം ടൂറിസം തുടങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറച്ച് ഫാമുകളൊക്കെ കണ്ട് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. കൂടാതെ ഇവിടെ ഒരു അടിപൊളി മിനി സൂ ഉണ്ട്. മിനി സൂവിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഈ മിനി സൂവിൽ പ്രത്യേകം എൻട്രൻസ് ഫീസ് ഉണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾ മിനി സൂ ഒത്തിരി എൻജോയ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. ഇവിടുത്തെ മിനി സൂവിലെ മൃഗങ്ങളൊക്കെ വളരെ മനുഷ്യരോട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന മൃഗങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇവരുടെ സ്പെഷ്യൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. കൂടാതെ സൈക്കിൾ ചവിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് സൈക്കിൾ സവാരിക്കുള്ള സെറ്റപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്യുകയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഫാം സന്ദർശിക്കുക. അബ്ദലിയിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.